വെൽക്കം ടു NCERT +1 + 2 ഫിസിക്സ്. അപ്പം നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിരുന്നു. അപ്പം ഇനി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആ ചാപ്റ്ററിൻ്റെ ബാക്കിലുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള എക്സസൈസ് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NCERT എക്സസൈസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട് ABC. അപ്പം അത് ഓരോന്നും എടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചിരിക്കും. എക്സ്പ്ലെയിൻ വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദ ബ്ലഡ് പ്രഷർ ഇൻ ഹ്യൂമൻസ് ഇസ് ഗ്രേറ്റർ അറ്റ് ദ ഫീറ്റ് ദാൻ അറ്റ് ദ ബ്രെയിൻ. ബ്രെയിനിനേക്കാളും ഫീറ്റിലാണ് ബ്ലഡ് പ്രഷർ കൂടുതൽ. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം ഈ ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡ് കോളത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫീറ്റിലാണ് ബ്രെയിനെക്കാട്ടും കൂടുതലുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഹൈറ്റ് എന്ന് പറയുന്ന പ്രശ്നം തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണത് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ബ്ലഡ് പ്രഷർ ഫീറ്റിലായിരിക്കും കുറച്ചും കൂടി പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന കാര്യം. ഹൈറ്റ് കൂടുതൽ ഫീറ്റിലുള്ളിടത്താണ്. സോ ഹൈറ്റ് ഓഫ് ബ്ലഡ് കോളം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഇൻ ഫീറ്റ് ദാൻ ദ ഹൈറ്റ് ഓഫ് ബ്ലഡ് കോളം ഇൻ ദ ബ്രെയിൻ, അറ്റ് ദ ബ്രെയിൻ. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്താണ് ഹൈറ്റും ദ പ്രഷറും ഈ ഒരു ഹൈറ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫീറ്റിലായിരിക്കും കൂടുതലും പ്രഷർ എക്സേർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ at a height of about 6 kilometers decreases to nearly half of its value at sea level, though the height of the atmosphere is more than 100 kilometers. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് 6 കിലോമീറ്റർ എന്ന് പറയുന്ന ഹൈറ്റിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് സീ ലെവലിനെക്കാട്ടും പകുതിയേ ഉള്ളൂ, ഹാഫേ ഉള്ളൂ. ഇത് ഹൈറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് 600 കിലോമീറ്ററിനെക്കാട്ടും കൂടുതലായിരുന്നാലും ഈ ഒരു 6 കിലോമീറ്ററിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു സീ ലെവലിനെക്കാട്ടും ഹാഫേ ഉള്ളൂ. അതിന്റെ കാര്യം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ എയറിന്റെ ഡെൻസിറ്റി നമ്മൾ റോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, അല്ലെ? റോ ആയിട്ട് നോക്കുന്നത് എയറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹൈറ്റുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. അപ്പൊ ഹൈറ്റ് കൂടുന്തോറും എയറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറ്റുന്നത്, ഈ ഒരു 6 കിലോമീറ്റർ ഹൈറ്റ് എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് ഏകദേശം എന്താണ് സീ ലെവലിനെക്കാട്ടി പകുതിയാവും. ആൻഡ് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഡെൻസിറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത്. ബിക്കോസ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഹൈറ്റ് അനുസരിച്ച് കുറയും. ആൻഡ് ഹൈറ്റും ഡെൻസിറ്റിയും പ്രഷറും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഈ പ്രഷർ, അതായത് ഹൈറ്റ് കൂടുന്തോറും എന്തൊരു ഡെൻസിറ്റി കുറയും. അപ്പം ആ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് പകുതി ആവുന്നുണ്ട് സീ ലെവൽ. മറ്റേ ഹൈറ്റ് അബൌട്ട് 6 കിലോമീറ്റർ, സീ ലെവലിനെക്കാട്ടും പകുതിയാവും 6 കിലോമീറ്ററിൽ. ദാറ്റ്സ് വൈ പ്രഷറും എന്താണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഈവൻ ദോ പ്രഷർ ഇസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. പ്രഷർ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ്. ബട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു ലിക്വിഡിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ലിക്വിഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷൻസിലേക്കും ഈക്വൽ ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈക്വൽ പ്രഷറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും. അപ്പൊ അതിന് ഫിക്സഡ് ഡയറക്ഷൻ ഇല്ല. അതെന്ന് പറയുന്നത് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. അതുകൊണ്ടാണത് എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ദാറ്റ് ഈസ് എക്സർട്ടഡ് ഓൺ ദ ഫ്ലൂയിഡ്, റൈറ്റ്? സോ അതുകൊണ്ടാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടാണ്. ആ ഫോഴ്സ് ലിക്വിഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ
എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ടാണ് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇസ് സെയിം ഇൻ all directions, irrespective of direction. എല്ലാ ഡയറക്ഷനും സെയിം ആണ്. hence it is a scalar quantity. അതുകൊണ്ടാണ് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആവുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്ന് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ വൈ. ഇതും സെയിം ആണ്. എക്സ്പ്ലെയിൻ വൈ, എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ABCD വരെയുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് നോക്കുക, എയിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? And the angle of contact of mercury with glass is obtuse, while that of water with glass is acute. അത് മെർക്കുറിയും ഗ്ലാസും ആയിട്ടുള്ള ആ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആണ്. ബട്ട് മെർക്കുറി വിത്ത് വാട്ടർ, വൈൽ ദാറ്റ് ഓഫ് വാട്ടർ വിത്ത് ഗ്ലാസ് എന്ന് പറയുന്നത് അക്യൂട്ട് ആണ്. അപ്പൊ ഇതെന്താണെന്നാണ് റീസൺ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മെർക്കുറി ഗ്ലാസ് എടുക്കുകയെന്ന് വിചാരിക്കുക. ഈ മെർക്കുറി ഗ്ലാസ് കോണ്ടാക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ദാറ്റ് സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ മെർക്കുറി ആൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഓക്കെ, ദ സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ മെർക്കുറിയും ഗ്ലാസും തമ്മിലുള്ള സർഫസ് ടെൻഷൻ ഭയങ്കര കൂടുതലാണ്. ഇറ്റ്സ് ഹൈ. സോ അതുകൊണ്ട് തന്നെ മെർക്കുറിക്ക് മെർക്കുറി ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് കൂടുതൽ rather than with glass. That means ഇവിടെ cohesive force ആണ് greater than adhesive force. അപ്പൊ അതാണ് നമുക്ക് അതിൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. cohesive force എന്ന് പറയുന്നത് മെർക്കുറിയുള്ള ഇന്ററാക്ഷൻ ആണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, cohesive force എന്താണെന്ന് റീകളക്ട് ചെയ്യാം. അത് ഒരേ ടൈപ്പ് മോളിക്യൂൾസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് cohesive force എന്ന് വിളിക്കുക. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ആ ഫോഴ്സിനെ adhesive force എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഈ കേസിൽ cohesive ഫോഴ്സ് ആണ് adhesive ഫോഴ്സിനെക്കാട്ടും കൂടുതലാണ്. അപ്പം ഇൻ ദാറ്റ് കേസ് നമുക്ക് ഉണ്ടാവുന്ന മെനിസ്കസ് എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് കോൺവെക്സ് മെനിസ്കസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അത് കോൺവെക്സ് മെനിസ്കസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മെനിസ്കസ് ഇരിക്കുക. സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ. ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ ഈ ഉണ്ടാവുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വിൽ ബി ഒബ്റ്റ്യൂസ്. ഈ കേസിൽ ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആവും. സ്വാഭാവികമായിട്ടും അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇനി വാട്ടർ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കേസിൽ നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് വാട്ടറും ഗ്ലാസും തമ്മിലുള്ളതാണ്. ഈ ഒരു ഇന്ററാക്ഷനിൽ adhesive ഫോഴ്സ് ആണ് cohesive ഫോഴ്സിനെക്കാട്ടും കൂടുതൽ. ഇവർ തമ്മിലുള്ള സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് കുറവാണ്. സോ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ആണ് വാട്ടർ മോളിക്യൂൾസിനെക്കാട്ടും കൂടുതലായിട്ട് ഉണ്ടാകും. വാട്ടർ മോളിക്യൂൾസിനോട് ഉണ്ടാകുന്നതിനെക്കാട്ടി അഫിനിറ്റി അതിന് ഗ്ലാസുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹിയർ ഇൻ ദിസ് കേസ് adhesive ഫോഴ്സ് എന്ന് പറയുന്നത് adhesive ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഗ്ലാസ് എന്ന് പറയുന്നതാണ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ cohesive ഫോഴ്സ്. അതാണ്. അതുകൊണ്ട് എന്ത് പറ്റും? കോൺകേവ് മെനിസ്കസ് ആയിരിക്കും ഈ കേസിൽ ഉണ്ടാകുന്നത്. സോ ഇൻ ദിസ് കേസ് യു വിൽ ഗെറ്റ് എ കോൺകേവ് മെനിസ്കസ്. അപ്പൊ കോൺകേവ് മെനിസ്കസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അക്യൂട്ട് ആയിരിക്കും. ഓക്കെ, സോ അതാണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് കേസ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ടർ ഓൺ എ ക്ലീൻ സർഫസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ടർ ഓൺ എ ക്ലീൻ ഗ്ലാസ് സർഫസ് ടെൻഡ്സ് ടു സ്പ്രെഡ് ഔട്ട്. ഒരു ക്ലീൻ ഗ്ലാസ് സർഫസിലുള്ള വാട്ടർ സ്പ്രെഡ് ചെയ്യും. വൈൽ മെർക്കുറി ഓൺ ദ സെയിം സർഫസ് ടെൻഡ്സ് ടു ഫോം ഡ്രോപ്സ്. നേരെ മറിച്ച് ആ ക്ലീൻ ഗ്ലാസ്സിൽ മെർക്കുറി ആണെങ്കിൽ അത് ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാക്കുക. പുട്ട് ഡിഫറെന്റ്ലി, അല്ലെങ്കിൽ എന്താ പറയുക, വാട്ടർ വെറ്റ്സ് ഗ്ലാസ് വെൽ മെർക്കുറി ഡസൻറ്റ്. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം റീസണിങ് ദർ ഓൾസോ. ഓക്കെ, സോ മെർക്കുറി ആൻഡ് ഗ്ലാസ്സിൽ എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞ ഇഫ് യു തിങ്ക് അബൌട്ട് ദ കേസ് ഓഫ് മെർക്കുറി ആൻഡ് ഗ്ലാസ്, അവിടെ അത് cohesive ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് മെർക്കുറി എന്ന് പറയുന്നതാണ് ഗ്ലാസും മെർക്കുറിയെക്കാട്ടും കൂടുതലുള്ള adhesive ഫോഴ്സിനെക്കാട്ടും കൂടുതൽ. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് cohesive ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സ്പ്ലനേഷൻ. cohesive ഫോഴ്സ് ആണ് adhesive ഫോഴ്സിനെക്കാട്ടും കൂടുതലുള്ളത്. അപ്പൊ cohesive ഫോഴ്സ് മീൻസ് cohesive ഫോഴ്സ് അതായത് മെർക്കുറി മോളിക്യൂൾസ് ഓഫ് മെർക്കുറിക്ക് തങ്ങളിൽ
ഉണ്ടാവുന്ന ആ ഫോഴ്സ് ആണ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഗ്ലാസ് ആൻഡ് മെർക്കുറി. അവരുടെ ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സിനെക്കാട്ടിയും കൂടുതൽ മെർക്കുറിയോട് തന്നെയാണ് അഫിനിറ്റി കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഫോംസ് ഡ്രോപ്സ്. അതുകൊണ്ട് അത് ഡ്രോപ്പ് ഉണ്ടാകും. കാര്യം മെർക്കുറിയോടുള്ള മോളിക്യൂൾസിന്റെ അഫിനിറ്റി ആണ് കൂടുതൽ. സോ അവരെല്ലാരും കൂടി കൂടിച്ചേർന്ന് ഇറ്റ് ഫോംസ് ഡ്രോപ്സ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they can occupy a surface with minimum surface area. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു മിനിമം സർഫസ് ഏരിയ ഉള്ള ഒരു ഒരു സർഫസ് ഒക്യുപ്പൈ ചെയ്യാം. വോളിയം വിത്ത് മിനിമം സർഫസ് ഏരിയ ഒക്യുപ്പൈ ചെയ്യാം. ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ ഡ്രോപ്സ്. അതുകൊണ്ട് അവർ ഡ്രോപ്സ് ഉണ്ടാക്കും. നേരെ മറിച്ച് ഗ്ലാസും വാട്ടറും തമ്മിൽ എടുക്കുകയാണെങ്കിൽ ഗ്ലാസും വെള്ളവും കൂടി ഈ ഒരു കേസിൽ എടുക്കുമ്പോൾ ഇൻ ദിസ് കേസ് അധസീവ് ഫോഴ്സ് ആണ് കൊഹസീവ് ഫോഴ്സിനെക്കാട്ടും കൂടുതലായിട്ട് വരിക. അതായത് അധസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് ഗ്ലാസും വാട്ടറും തമ്മിലുള്ള അധസീവ് ഫോഴ്സ് ആണ് ഈ ഒരു കൊഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഓഫ് വെള്ളത്തിന്റെ മോളിക്യൂൾസിന് അതിനോടുണ്ടാവുന്ന അഫിനിറ്റിയെക്കാട്ടിയും കൂടുതൽ വെള്ളവും ഗ്ലാസും തമ്മിലുള്ള മോളിക്യൂൾസിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അധഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഇറ്റ് സ്പ്രെഡ്സ് ഓൺ ദ സർഫസ്. അപ്പൊ അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ സർഫസ്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ആ ഏരിയ ഓഫ് ദ സർഫസിന് ഇൻഡിപെൻഡന്റ് ആണെന്നാണ് സ്റ്റേറ്റ്മെന്റ്. അതെന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ സർഫസ് മോളിക്യൂൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ. അപ്പം ഈ ഒരു സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ദ ലിക്വിഡ്. ആ ലിക്വിഡിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ലിക്വിഡ്. ആ ഏത് തരത്തിലുള്ള ലിക്വിഡ് ആണ് ആ ലിക്വിഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് സർഫസ് ഏരിയയിൽ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പം ഇപ്പം ജനറലി എന്താണ് ഈ സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രമാത്രം കൊഹസീവ് ഫോഴ്സ് ഉണ്ട് എന്നുള്ളതിനെയാണ്. ഓക്കെ, അതായത് എത്രമാത്രം കൊഹസീവ് ഫോഴ്സ് ആണ് ആ ലിക്വിഡിനുള്ളത് എന്ന് മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതനുസരിച്ച് സർഫസ് ടെൻഷൻ മാറുകയാണ്. അല്ലാതെ ആ ഏരിയ ആയിട്ട് അതിന് സർഫസിന്റെ ഏരിയ ആയിട്ട് അതിന് ബന്ധം ഇല്ല. ഓക്കെ, next question. Water with detergent dissolved in it should have small angle of contact. അപ്പം ഈ ഒരു വെള്ളം, ദാറ്റ് മീൻസ് വാട്ടർ വിത്ത് ഡിറ്റർജന്റ് അടങ്ങിയിരിക്കുന്ന വെള്ളം, അതിന് ഏരിയ ഓഫ് കോണ്ടാക്ട് കുറവാണ്. അതിന്റെ റീസൺ അതെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡിറ്റർജന്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഡിറ്റർജന്റിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്. ഡിറ്റർജന്റ് ലോവേഴ്സ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. അത് ഡിറ്റർജന്റ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കും. അപ്പം കുറയ്ക്കുക മീൻസ് എന്താണ്? ഈ ഡിറ്റർജന്റ് അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ അധഷൻ എന്ന് പറയുന്നത് കൊഹസീവ് ഫോഴ്സിനെക്കാട്ടും കൂടുതലാക്കും. അത് ആ ഒരു ഡർട്ടും വെള്ളവും തമ്മിലുള്ള ആ ഒരു കൊഹസീവ് ഫോഴ്സിനെക്കാട്ടും അധഷൻ, അതായത് വെള്ളവും ഓയിലും തമ്മിലുള്ള ആ ഒരു അധഷൻ എന്ന് പറയുന്നത് കൂട്ടും. സോ എന്താണ്? അപ്പൊ അധഷൻ എന്ന് പറയുന്നത് കൊഹസിനെക്കാട്ടി കൂടുതലാവുകയും അത് ഓയിലും വാട്ടറും തമ്മിലുള്ള അധസീവ് ഫോഴ്സ് കൂട്ടും ഡിറ്റർജന്റ്. അതുകൊണ്ട് തന്നെ കൂടുതലും വെറ്റിംഗ് ഉണ്ടാക്കും വെള്ളമായിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? സോ അങ്ങനെ അധഷൻ കൂടുക മീൻസ്, അധഷൻ കൂടുക എന്ന് പറയുമ്പോൾ തന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻ ജനറൽ ഇറ്റ് വിൽ ബി അക്യൂട്ട്. അധഷൻ ഏത് കേസിലാണ് അധഷൻ കൂടുക മീൻസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അക്യൂട്ട് ആവും. അപ്പൊ ഡിറ്റർജന്റ് ഇടുമ്പോൾ ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. അത് മാത്രമല്ല മറ്റൊരു കാര്യം വെച്ചാൽ ക്ലോത്തിന് ഒരുപാട് നാരോ സ്പേസ് ഉണ്ട്, ഫൈൻ കാപ്പിലറീസ് പോലെ. അപ്പം അതിൻ്റെ അത്രമാത്രം ഓരോ കാപ്പിലറീസിനും എത്രമാത്രം ലിക്വിഡ് റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ റൈസിന്റെ ഇക്വേഷൻ കൊടുക്കാം. അത് നമ്മൾ ഓൾറെഡി കണ്ട ഇക്വേഷൻ ആണ്. 2s cos θ ഡിവൈഡഡ് ബൈ AROG എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഓൾറെഡി കണ്ടിരുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത്
ഈ H is proportional to cos theta ആണ്. സോ എന്താണ് ഈ ഒരു ഡിറ്റർജന്റ് കൊടുക്കുമ്പോൾ ആ cos theta കുറവാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സ്മോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണോ എന്ന് പറയുമ്പോഴത്തേക്കും ഡിറ്റർജന്റ് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ സ്മോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആകുമ്പോഴത്തേക്കും ഒരു എച്ചിന്റെ വാല്യൂം അതനുസരിച്ച് ഇതാവുകയും അവർക്ക് എന്ത് പറ്റും, സ്മോൾ ആംഗിൾ ആകുമ്പോഴത്തേക്കും ടു ഹാവ് ഗ്രേറ്റർ വാല്യൂ ഓഫ് എച്ച്. അപ്പം ഡിറ്റർജന്റ് കൂടുതലായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ക്ലോത്തിൽ ഇത് ചെയ്യും, റൈസ് ചെയ്തോളും. ഓക്കെ, അപ്പം അതൊരു അതിൻ്റെ ഒരു വേറൊരു എക്സ്പ്രഷനാണ്. ദെൻ അതിൻ്റെ വേറെ പേരാണ്. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇനി എ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ഈസ് ഓൾവേസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു അണ്ടർ നോ എക്സ്റ്റേണൽ ഫോഴ്സസ് എപ്പോഴും ഡ്രോപ്സ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പം നമുക്കറിയാം ഒരു ഡ്രോപ്പിനെ സംബന്ധിച്ച് ഈ ഇൻസൈഡ് പ്രഷറാണ് ഔട്ട്സൈഡ് പ്രഷറിനെക്കാട്ടും കൂടുതലാണ്. അപ്പം ഈ അകത്തെ മോളിക്യൂൾസ് എന്താ നല്ല ക്ലോസ്ലി പാക്ഡ് ആണ്. ഓക്കെ, നല്ല ക്ലോസ്ലി പാക്ഡ് ആണ്. ഈ സർഫസിലുള്ള ഈ മോളിക്യൂൾസ്, പുറത്തെ സർഫസിലുള്ള മോളിക്യൂൾസ് എല്ലാം എങ്ങനെയാണ്, ഒരു മിനിമം സർഫസ് ടു വോളിയം റേഷ്യോ ആണ് ആഗ്രഹിക്കുന്നത്. ഈ സർഫസ് മോളിക്യൂൾസ് എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, സർഫസ് മോളിക്യൂൾസ് ദേ ടെൻഡ്സ് ടു ഹാവ് ദ മിനിമം സർഫസ് ടു വോളിയം റേഷ്യോ. അങ്ങനെ ഇരിക്കാനായിരിക്കും സർഫസ് മോളിക്യൂൾസ് എപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പൊ സ്ഫിയർ എന്ന് പറയുന്ന ഒരേ ഒരു ഷേപ്പിന് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ, മിനിമം സർഫസ് ടു ഒരു ഗിവൺ വോളിയം മിനിമം സർഫസ് ഏരിയയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ആ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരേ ഒരു സർഫസ് സ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ലിക്വിഡ്സ് എപ്പോഴും എന്താണ് മിനിമം സർഫസ് ഏരിയ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ഗിവൺ വോളിയത്തിൽ സ്ഫിയറിന് മാത്രമേ ലീസ്റ്റ് സർഫസ് ഏരിയയിൽ ഇരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് എന്താണ് ഡ്രോപ്ലെറ്റ് ഷേപ്പ് അക്വയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഡ്രോപ്സിനെല്ലാം ശരിക്കും ഷേപ്പ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3, fill in the blanks using the words from the list appended with each statement. ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന് അനുയോജ്യം അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ജനറലി ഡാഷ് വിത്ത് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഇപ്പൊ സർഫസ് ടെൻഷൻ ഓൾവേസ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ലിക്വിഡ്സിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്തോറും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് സംഭവിക്കും, മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ആ മോളിക്യൂൾ കൂടുതൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കൊഹസീവ് ആ മോളിക്യൂൾസിന് തങ്ങളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ കുറയും. കാര്യം എല്ലാവരും മോഷനിലാണ്. സോ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിക്രീസ്. അപ്പൊ സർഫസ് ടെൻഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ കൊഹസീവ് ഫോഴ്സ്. ആ കൊഹസീവ് ഫോഴ്സ് കുറയും. സോ എന്താ സബ്സിക്വന്റ് എന്ത് ചെയ്യും, സർഫസ് ടെൻഷനും കുറയും, സർഫസ് ടെൻഷനും കുറയാൻ തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് തന്നെ സർഫസ് ടെൻഷനും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഡാഷ് വിത്ത് ടെമ്പറേച്ചർ വെറാസ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡാഷ് വിത്ത് ടെമ്പറേച്ചർ. ഇപ്പൊ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഗ്യാസിനെ സംബന്ധിച്ച് ടെമ്പറേച്ചർ കൂടുന്തോറും വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. നേരെ മറിച്ച് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സിന്റെ കേസിൽ വിസ്കോസിറ്റി എന്ന് പറയുന്ന ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഗ്യാസസിന്റെ കേസില് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ആ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൊളീഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആണ് അതിന്റെ വിസ്കോസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്, ബട്ട് ദിസ് ഇസ് ദ റീസൺ. അപ്പം ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് സംഭവിക്കും, ഈ കൊളീഷൻ എന്ന് പറയുന്നത് എത്രത്തോളം അത് കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കും, കൊളീഷനും ഇൻക്രീസ് ചെയ്യും. സോ സബ്സീക്വന്റ്ലി എന്ത് സംഭവിക്കും, ഇവിടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അത് ഗ്യാസ് മോളിക്യൂൾസിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചറിന് പ്രപ്പോർഷനിലാണ് ആക്ച്വലി. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഇനി ലിക്വിഡ്സിന്റെ കേസിലാണ് എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇന്റർമോളിക്കുലർ ടെമ്പറേച്ചർ കൂടുന്തോറും
ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. സോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് എന്താ വിസ്കോസിറ്റിയുടെ കാരണം തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. പക്ഷെ അത് കുറയാൻ തുടങ്ങും, അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റിയും ഡിക്രീസ് ചെയ്യും. അതാണ് ഈ ഗ്യാസും ഫ്ലൂയിഡ്സിന്റെ വിസ്കോസിറ്റി ഡിഫറൻസ് അതാണ് ഗ്യാസിന്റെ ലിക്വിഡ്സിന്റെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. For solids with elastic modulus of rigidity, the shearing force is proportional to dash, while for fluids it is proportional to dash. അപ്പോൾ നിങ്ങൾ പഠിച്ചാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചാണ്. ഫോർ സോളിഡ്സ് വിത്ത് ഇലാസ്റ്റിക് മോഡൽസ് ഓഫ് റിജിഡിറ്റി, ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സോളിഡ്സിന് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ ആണ്. വൈൽ ഫോർ ഫ്ലൂയിഡ്സ് അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അതങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ സോളിഡ്സിനെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ ഷിയറിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ഷേപ്പ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആണ്. ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ഷേപ്പ് വരും. ചേഞ്ച് ഓഫ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആണ് ഫോർ എ ഗിവൺ ഷിയറിംഗ് ഫോഴ്സ്. പക്ഷെ ലിക്വിഡിന്റെ കേസിൽ ഒരു ഈ ഡിസ്പ്ലേസ് അഡ്ജസന്റ് ഫ്ലൂയിഡ് ലെയേഴ്സിന്റെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ ഷിയർ ഫോഴ്സ് ആണെങ്കിലും സ്ട്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ലിക്വിഡ്സിൽ എന്ത് പറ്റും വെച്ചാൽ ഈ ലിക്വിഡിനെ സംബന്ധിച്ച് ഈ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആ ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും. ഡിസ്പ്ലേസ്മെന്റ് ഭയങ്കര അധികം കണ്ടിന്യൂസ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഈവൻ ഒരു ചെറിയ ഷിയർ ഫോഴ്സിന് പോലും. സോ സ്ട്രെയിൻ ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്രമാത്രം ടൈം റേറ്റ് ആണ് നമുക്ക് അവിടെ കുറച്ചും കൂടി നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം റേറ്റിന്റെ കാര്യം. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ട് വളരെയധികം മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്, ഫോർ എ ഫ്ലൂയിഡ് ഇൻ എ സ്റ്റഡി ഫ്ലോ, ഒരു സ്റ്റഡി ഫ്ലോയിലെ ഫ്ലൂയിഡില് സ്റ്റഡി ഫ്ലോ, ദ ഇൻക്രീസ് ഇൻ ഫ്ലോ സ്പീഡ് അറ്റ് കൺസ്ട്രക്ഷനിലെ ഇൻക്രീസ് ഇൻ ഫ്ലോ സ്പീഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. കൺസർവേഷൻ ഓഫ് മാസ്, ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പം ഒരു സ്റ്റഡി ഫ്ലോയിൽ ആ ഫ്ലോ സ്പീഡ് എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബോത്ത്. ഓക്കെ, ഇറ്റ് ഫോളോസ് ബോത്ത്. കൺസർവേഷൻ ഓഫ് മാസും ഉണ്ട്, ബെർണോളിസ് പ്രിൻസിപ്പിളും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം ഏതൊരു പോയിന്റിലും ടോട്ടൽ എനർജിയും ഫോർ എനി പോയിന്റ്, അതിന്റെ ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ ടോട്ടൽ എനർജി, അതായത് അതിന്റെ കൈനറ്റിക് എനർജി പ്ലസ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതിന്റെ പ്രഷർ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അറ്റ് ഓൾ പോയിന്റ്സ്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഫോർ ഇറ്റ് ഈസ് ഈക്വൽ അറ്റ് ഓൾ പോയിന്റ്സ് എന്ന് പറഞ്ഞ എല്ലാ പോയിന്റ്സിലും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ഫോളോഡ് ആണ്. അതുപോലെ കൺസർവേഷൻ ഓഫ് മാസിലാണ് നമ്മൾ പറയുന്നത് AV ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വരും. ഓക്കെ, AV ഈസ് എ കോൺസ്റ്റന്റ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതും ഫോളോ ചെയ്യും. എവിടെയാണോ ഏരിയ കുറവുള്ള അവിടെ വെലോസിറ്റി കൂടുതലും, വെലോസിറ്റി കുറവുള്ളിടത്ത് ഏരിയ കൂടുതലും. അങ്ങനെ AV ഈസ് എ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് മാസ് കൺസർവേഷൻ വരുന്നതും. അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ടും കൺസർവേഷൻ ഓഫ് മാസും ഉണ്ട്, ബെർണോളിസ് പ്രിൻസിപ്പിൾ രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. For the model of a plane in a wind tunnel, turbulence occurs at a dash speed for a turbulence for an actual plane. For the model of a plane in wind tunnel, turbulence occurs at ഒരു വിൻഡ് ടണലിലുള്ള ഒരു പ്ലെയിനിന്റെ ടർബുലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓക്കെ, അപ്പം ഇറ്റ് ഓക്കേഴ്സ് അറ്റ് എ ഗ്രേറ്റർ സ്പീഡ് ഫോർ ടർബുലൻസ് ഫോർ എൻ ആക്ച്വൽ പ്ലെയിൻ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബുലൻസിനെ ഗ്രേറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ റെനോൾഡ്സ് നമ്പർ ഒക്കെയാണ്. അപ്പം ആക്ച്വൽ എൻവയോൺമെന്റിലാണെങ്കിൽ
എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസും കൂടി കൺസിഡർ ചെയ്യണം ശരിക്കുള്ള ആക്ച്വൽ എൻവയോൺമെന്റിൽ. അതുകൊണ്ട് തന്നെ അത് ലാബിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി അതിന്റെ ടർബുലൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് ഒരുപാടായിരിക്കും. അതുകൊണ്ട് തന്നെ ടർബുലൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതലായിരിക്കും ഫോർ എൻ ആക്ച്വൽ പ്ലെയിൻ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതെന്ന് പറയുന്നതും എക്സ്പ്ലെയിൻ വൈ. ഓക്കെ, എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ടു കീപ് എ പീസ് ഓഫ് പേപ്പർ ഹൊറിസോണ്ടൽ യു ഷുഡ് ബ്ലോ ഓവർ ആൻഡ് നോട്ട് അണ്ടർ ഇറ്റ്. ഒരു പേപ്പറിനെ ഹൊറിസോണ്ടൽ ആയിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിലാണ് നിങ്ങൾ എയർ ഫ്ലോ കൊടുക്കേണ്ടത്, അതിന്റെ താഴെയല്ല. അപ്പം നമുക്കറിയാം ബെർണോളിസ് തിയറം അനുസരിച്ച് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് വരുമ്പോഴത്തേക്കും എന്താണ് ആ കേസിൽ പ്രഷറും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ആണ്. അപ്പൊ എവിടെയാണോ പ്രഷർ കൂടുതൽ അവിടെ വെലോസിറ്റി കുറവാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇപ്പൊ ഇതാണ് പേപ്പർ എങ്കിൽ ഇതിന്റെ മുകളിലാണ് നമ്മൾ ഊതുന്നെങ്കിൽ അപ്പൊ ഇവിടെ കൂടുതലും വെലോസിറ്റി കൂടുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ വെലോസിറ്റി കൂടുക മീൻസ് ഇവിടെ പ്രഷർ കുറവായിരിക്കും. നേരെ മറിച്ച് ഇതിന്റെ താഴത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്, ഇവിടുത്തെ പ്രഷറാണ് കുറവാണ്. ഇപ്പൊ പ്രഷർ റെഡ്യൂസ് ചെയ്യും, എന്താണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ആ ഒരു പ്രഷറിനെ നമുക്ക് ഇവിടെ പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ പ്രഷർ കുറയുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, ആ പേപ്പർ ഹൊറിസോണ്ടലായിട്ട് അവിടെ ഇരുന്നോളും. നേരെ മറിച്ചതിന്റെ താഴെയാണ് നമ്മൾ ബ്ലോ ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും, അവിടുത്തെ പ്രഷർ റെഡ്യൂസ് ചെയ്യും, പേപ്പർ താഴെ പോവുകയും ചെയ്യും. അപ്പം എപ്പോഴും പ്രഷർ പേപ്പറിനെ അതേപോലെ വെക്കണമെങ്കിൽ നമ്മൾ ബ്ലോ ചെയ്യേണ്ടത് മുകളിൽ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെൻ വി ട്രൈ ടു ക്ലോസ് എ വാട്ടർ ടാപ്പ് വിത്ത് അവർ ഫിംഗേഴ്സ് ഫസ്റ്റ് ഇറ്റ്സ് ഓഫ് വാട്ടർ ഗഷ് ത്രൂ ദ ഓപ്പണിങ്സ് ബിറ്റ്വീൻ അവർ ഫിംഗേഴ്സ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതിപ്പം ഏതെങ്കിലും ഒരു വെള്ളം ടാപ്പിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് ചുമ്മാ നമ്മുടെ കൈ വെച്ച് നമ്മുടെ വിരലുകൾ വെച്ചിട്ട് നമ്മൾ അതിനെ അടയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ വിരലിന്റെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ ചീറ്റി പൊക്കോണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സി എ ബി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ എവിടെയാണോ വെലോസിറ്റി കൂടുതൽ അവിടെ ഏരിയ കുറവ്. ഏരിയ എവിടെയാണോ നമുക്ക് ഇങ്ങനെ പറയാം, ഏരിയയും വെലോസിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ്. അപ്പൊ ഏരിയ കുറവാണെങ്കിൽ വെലോസിറ്റി ഒബ്വിയസ്ലി കൂടുതലായിരിക്കും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചെറിയ ഓപ്പണിംഗിൽ എന്ത് സംഭവിക്കും, ചെറിയ ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ വെലോസിറ്റി ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ആ ടാപ്പ് ഫിംഗേഴ്സ് വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അത് ബിറ്റ്വീൻ അവർ ഫിംഗേഴ്സ് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ആയിരിക്കും ഫിംഗേഴ്സിന്റെ ഇടയിലൂടെ. അപ്പൊ ആ കേസിൽ അവിടെ ഏരിയ കുറവായിരിക്കും ആ ഓപ്പണിങ്സ്. സോ വാട്ടർ നല്ല സ്പീഡിൽ പോകും. അപ്പൊ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The size of the needle of a syringe controls flow rate better than the thumb pressure exerted by the doctor while administering an injection. ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നീഡിലിന്റെ സൈസ് ആണ് ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് തന്നെ ഈ ചെറിയ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആണ്, അതുകൊണ്ട് തന്നെ ചെറിയ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആ ബ്ലഡ് ഫ്ലോയുടെ വെലോസിറ്റി കൺട്രോൾ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ ഇഞ്ചക്ടിങ് പോയിന്റിൽ ഫ്ലോ റേറ്റ് പെട്ടെന്ന് കൂടും. ഇറ്റ് വിൽ സഡൻലി ഇൻക്രീസസ്. അങ്ങനെ അത് കറക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാം ഈ കോൺസ്റ്റന്റ് തം പ്രഷറിനെക്കാട്ടും കൂടുതൽ. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പോലെ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് അവിടെ വരുന്നത്. ഓക്കെ, ബിക്കോസ് ചെറിയ ഓപ്പണിംഗ് ആകുമ്പോൾ ബ്ലഡ് ഫ്ലോയുടെ വെലോസിറ്റി അവിടെ കൺട്രോൾ ചെയ്യും. ചെറിയ ഓപ്പണിംഗ് ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ പോയിന്റിൽ ഫ്ലോ റേറ്റ് കൂടും. അങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് ആ ഒരു സിറിഞ്ചിന്റെ സൈസ് തന്നെ ആയിരിക്കും അവിടെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഔട്ട് ഓഫ് എ സ്മോൾ ഹോൾ ഇൻ എ വെസൽ റിസൾട്ട്സ് ഇൻ ബാക്ക്വേർഡ് ത്രസ്റ്റ് ഓൺ ദ വെസൽ. ഒരു വെസലിന്റെ ചെറിയ ഹോളിലൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡ് ഒരു വെസലിന് ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ് കൊണ്ടുവരുന്നുള്ളതാണ്. ദിസ് ഈസ് ഓൾസോ അക്കോർഡിംഗ് ടു ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി തന്നെയാണ് ഇതിന്റെ റീസൺ. അപ്പൊ എന്തുകൊണ്ടാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മീൻസ് എ വി ഈസ് എ കോൺസ്റ്റന്റ്, റൈറ്റ്? അപ്പം ഈ ചെറിയ ഏരിയയിലൂടെ സ്മോൾ ഹോൾ എന്നല്ലേ പറഞ്ഞു, ചെറിയ ഏരിയയിലൂടെ പോകുന്ന ഈ ഒരു ഈ സ്മോൾ ഹോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ കുറവായിരിക്കും. അപ്പൊ അവിടെ കൂടെ പോകുന്ന വെലോസിറ്റി ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് ഫ്ലൂയിഡിന് ഉണ്ടാവുന്നത്
ഫ്ലൂയിഡ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഫ്ലൂയിഡ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ഫോർവേഡ് മൊമെന്റം ആണ്. സോ ഒബ്വിയസ്ലി ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ ഒരു വെസലിനൊരു ബാക്ക്വേർഡ് മൊമെന്റം കൺസർവേഷൻ അനുസരിച്ച് വെസലിന് ഈ ഫ്ലൂയിഡ് ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ് കൊടുക്കും. ഓക്കെ, ഒരു ബാക്ക്വേർഡ് ത്രസ്റ്റ് അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം അവിടെ അത് ഉണ്ടാവും. ഓക്കെ, കൊടുക്കും. നെക്സ്റ്റ് വൺ, a spinning cricket ball in air doesn't follow a parabolic trajectory. ഒരു എയറിലുള്ള ഒരു സ്പിന്നിങ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബോൾ ഒരിക്കലും ഒരു പാരബോളിക് ട്രജക്ടറി ഫോളോ ചെയ്യുന്നില്ല. എന്റെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ മാഗ്നസ് എഫക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ആക്ച്വലി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ദ ചാപ്റ്റർ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തത്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ആ സെക്ഷൻ വൈസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. സോ അത് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ എയർ കാരണം ഉണ്ടാകുന്ന മാഗ്നസ് ഇഫക്റ്റ് ആണ്. അപ്പം ഈ മാഗ്നസ് ഇഫക്റ്റ് കാരണമാണ് ഈ ഒരു പാരബോളിക് ട്രജക്ടറിയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നത്. അത് ആ ബോൾ സ്പിൻ ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ സ്പിൻ ചെയ്ത് പോകുന്ന ഈ ബോൾ ആയതുകൊണ്ട് അതിന്റെ മേലത്തെ എയറും മേലത്തെ പോർഷനിലെ എയറും താഴത്തെ പോർഷനിലെ എയറും തമ്മിൽ വെലോസിറ്റിക്ക് ഡിഫറൻസ് ഉണ്ട്. അത് ഈ വെലോസിറ്റി ഓഫ് എയർ എബോവ് ദ ബോൾ ആണ് വെലോസിറ്റി ഓഫ് എയർ ബിലോവിനെക്കാട്ടും കൂടുതൽ. മേലത്തെ ബോളിന്റെ മേലത്തെ എയറിന്റെ വെലോസിറ്റി ആണ് ബോളിന്റെ താഴത്തെ വെലോസിറ്റിയെക്കാട്ടും കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ ഡിഫറൻസിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും. സോ നമുക്കറിയാം പ്രഷറും വെലോസിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇപ്പം എയറിന് മേലത്തെ എയറിന്റെ വെലോസിറ്റി ആണ് കൂടുതലെന്ന് പറയുമ്പോൾ പ്രഷർ അപ്പർ സൈഡിൽ എന്ന് പറയുന്നത് എന്താണ് കുറവാണ്, റദർ ദാൻ പ്രഷർ ഓൺ ദ ലോവർ സൈഡ്. അപ്പം ലോവർ സൈഡിൽ ഈ ബോളിന്റെ താഴെയാണ് പ്രഷർ കൂടുതൽ. അപ്പൊ അതൊരു ലിഫ്റ്റ് ഫോഴ്സ് അവിടെ ഉണ്ടാക്കും. അങ്ങനെ ഒരു അപ്വേർഡ് ഫോഴ്സ് ബോളിന് ആക്ട് ചെയ്യും. ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. ബോളിലൊരു അപ്വേർഡ് ഫോഴ്സ് ഒരു ലിഫ്റ്റ് ബോളിന് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ബോൾ എന്ത് ചെയ്യും, പാരബോൾ നേരെ പോവാതെ ഒരു എന്താണ് ബിക്കോസ് ഓഫ് വിച്ച് ബോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരബോളിക് ട്രജക്ടറി എന്താണ് ഒരു കർവ്ഡ് പാത്ത് അത് എടുക്കുമെങ്കിൽ. ഓക്കെ, എക്സാക്ട്ലി പാരബോളിക് ട്രജക്ടറിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, it deviates from a parabolic trajectory because of that. അപ്പം that's about. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഈ പ്രോബ്ലം നോക്കുക, കാരണം അടുത്ത പ്രോബ്ലം നമ്മൾ ചാപ്റ്റർ 50 kilogram ഗേൾ വെയറിംഗ് ഹൈ ഹീൽ ഷൂസ് ബാലൻസ് ഓൺ എ സിംഗിൾ ഹീൽ. ഒരു 50 kg ഉള്ള ഒരു പെൺകുട്ടി ഒരു ഹൈ ഹീൽ ഷൂസ് അത് സിംഗിൾ ഹീലിൽ അവള് ബാലൻസ് ചെയ്യുന്നുണ്ട്. ദ ഹീൽ ഈസ് സർക്കുലർ ഹീലാണ് തന്നിട്ടുണ്ട്, അതിന്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. വാട്ട്സ് ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദ ഹീൽ ഓൺ ദ ഹൊറിസോണ്ടൽ ഫ്ലോർ. എത്രമാത്രം പ്രഷറാണ് ആ ഹീൽ ഹൊറിസോണ്ടൽ ഫ്ലോറിൽ അപ്ലൈ ചെയ്യുന്നുള്ളത്. നമുക്കറിയാം പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിന്റെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പെൺകുട്ടിയുടെ വെയിറ്റ് എന്താണ്. സോ ഫോഴ്സ് ഇസ് mg, റൈറ്റ്. സോ 50 × 9.8 ഇത് വെച്ച് പ്രഷറാണ്. ആൻഡ് ആ പെൺകുട്ടിയുടെ ചെരുപ്പിന്റെ ഹീലിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദ ഡയമീറ്റർ ഇസ് ഗിവൺ ആസ് 1 centimeter. സോ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഇസ് ഈക്വൽ ടു സർക്കുലർ ആണെന്നും തന്നിട്ടുണ്ട്. സർക്കുലർ ആയതുകൊണ്ട് അതിന്റെ ഏരിയ നിന്ന് πr² ആണ്. അപ്പോൾ ഇതിന്റെ ഡയമീറ്റർ 1 centimeter ആണെന്ന് പറയുമ്പോൾ r എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ പകുതി സെന്റിമീറ്റർ ആയിരിക്കും. ദാറ്റ് ഇസ് 0.5 centimeter. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ 0.5 × 10⁻² ചെയ്താൽ മതി, അത് മീറ്ററിലാവും. സോ area means πr², that is 3.14 into 0.5 into 10⁻² the whole square. So pressure is given by force by area. Force ഉണ്ട് ഏരിയയും ഉണ്ട്. ഓക്കെ, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് 50 × 9.8. ഏരിയ എന്ന് പറയുന്നത് 3.14 into 0.5 into 10⁻² the whole square. So ഇത് ചെയ്യുമ്പോൾ 490 divided by 0.000078 ഇങ്ങനെ ഒരു ആൻസർ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ചെയ്യുമ്പോൾ 6.2 × 10⁻6 പാസ്കൽ എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ താങ്ക് യു.